ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ റിഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ഒപ്പം തന്നെ അതിനുശേഷം റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം? ഓക്സിഡേഷൻ അറിയണം. ഓക്സിഡേഷൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ് നോക്കാനായിട്ട്. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് റിഡക്ഷൻ, അതിനുശേഷം നമുക്ക് റിഡോക്സ് റിയാക്ഷൻ ഒന്ന് നോക്കാം. അപ്പോൾ റിഡക്ഷന് നമുക്ക് 3 രീതിയിൽ അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ പറയുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ആൻ ആറ്റം ഓർ ആൻ അയൺ ഗെയിൻസ് ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡക്ഷൻ. നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ, കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് കോപ്പറായി മാറി. ഇത് കോപ്പർ അയൺ ആണ്. അപ്പൊ അയൺ അല്ലെങ്കിൽ ആറ്റം, ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് 3 എക്സാമ്പിൾ മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 2 എക്സാമ്പിളിൽ ഇത് കോപ്പർ 2+ഉം ഇത് Fe3+ഉം. കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ട് കോപ്പറായി മാറി. അപ്പോൾ അത് എന്ത് ചെയ്തു? ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺസ്. അതേപോലെ തന്നെ Fe3+, ഫെറിക് അയൺ ആണത്. അത് 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായി മാറി? ഫെറസ് അയണായി മാറി. അതേപോലെ തന്നെ സൾഫർ, ഇത് ആറ്റം ആണ്. അത് 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറി? ആക്സെപ്റ്റോ അല്ലെങ്കിൽ ഗെയിൻ. ഓക്കെ, അപ്പോ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? റിഡക്ഷൻ. ഈ സൾഫർ 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറി? സൾഫർ അയൺ ആയി മാറി. അപ്പോൾ ഒന്നുകിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു അയൺ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡക്ഷൻ. അത് ഒന്നാമതായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ ആണത്. ഇനി രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് റിമൂവൽ ഓഫ് ഓക്സിജൻ അതർവൈസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്ക് പ്ലേസ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒന്നുകിൽ ഓക്സിജനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഹൈഡ്രജനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിലും ഒപ്പം തന്നെ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണെങ്കിലും ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുവാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ നമുക്ക് 3 രീതിയിൽ പറയാം. ഒന്നുകിൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക, ഗെയിൻസ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ എന്ത്? റിമൂവൽ ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇത് 3 ആണെങ്കിലും ഏത് പ്രോസസ്സ് തന്നെയാണ്? റിഡക്ഷൻ ആണ്. ഇനി നമുക്ക് ഈ റിമൂവൽ ഓഫ് ഓക്സിജൻ ഒന്ന് നോക്കാം. ഇത് കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായി മാറി? കോപ്പറും ഒപ്പം തന്നെ എന്തായി മാറി? വാട്ടർ ആയിട്ട് മാറി. ഇത് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ പറയാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർ ഓക്സൈഡ് എന്ത് ചെയ്തു എന്ന് നമ്മൾ പറയാ? റെഡ്യൂസസ് ടു കോപ്പർ ആൻഡ് ഓൾസോ പ്രൊഡ്യൂസസ് എന്ത്? വാട്ടർ അവിടെ. ഇനി ഈ സിങ്ക് ഓക്സൈഡ് കാർബൺ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? സിങ്ക് ഓക്സൈഡ് റെഡ്യൂസസ് ടു എന്ത്? സിങ്ക്. അപ്പൊ അവിടെ നടക്കുന്നത് റിഡക്ഷൻ ആണ്. അതായത് ഈ കോപ്പർ ഓക്സൈഡ് ആയിക്കോട്ടെ സിങ്ക് ഓക്സൈഡ് ആയിക്കോട്ടെ അവര് എന്ത് ചെയ്യും? ഓക്സിജനെ റിമൂവ് ചെയ്യും. ആ ഒരു പ്രോസസ് ആണ് എന്ത്? റിഡക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്ക് പ്ലേസ്. അങ്ങനെ ഹൈഡ്രജനെ ആഡ് ചെയ്യണ ആ ഒരു പ്രോസസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡക്ഷൻ. ഇപ്പൊ ഈ 2 റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഈ 2 കെമിക്കൽ റിയാക്ഷനിലും ഇത് ക്ലോറിൻ ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. അവിടെ എന്ത് ഫോം ചെയ്തു? സൾഫറും ഒപ്പം തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡും ഫോം ചെയ്തു. അപ്പൊ ഈ ക്ലോറിന് എന്താ സംഭവിച്ചത്? ക്ലോറിൻ ഹൈഡ്രജൻ ആയിട്ട് ആഡ് ചെയ്തു. ഈ ക്ലോറിൻ ഈ ഹൈഡ്രജൻ ആയിട്ട് ആഡ് ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്തു. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പറയാം? ക്ലോറിൻ റെഡ്യൂസസ് ടു എന്ത്? ഹൈഡ്രജൻ ക്ലോറൈഡ്. അതേപോലെ തന്നെയാണ് ഇതില്, അതായത് സെക്കൻഡ് ഇക്വേഷനിൽ ഈ ക്ലോറിൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ നൈട്രജൻ ഇവോൾവ് ചെയ്തു, ഒപ്പം തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡും വരും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനകത്താണെങ്കിലും ക്ലോറിന് എന്ത് സംഭവിച്ചു? ക്ലോറിൻ റെഡ്യൂസസ് ടു ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ റിഡക്ഷൻ നമുക്ക് എങ്ങനെ പറയാം? 3 രീതിയിൽ പറയാം. ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാ? ഗെയിൻ ചെയ്യാ, അല്ലെങ്കിൽ ഓക്സിജനെ എന്ത് ചെയ്യാ? റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രജനെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇത് അഡീഷൻ ഓഫ് ഹൈഡ്രജനെ എന്ത് പറയാം? റിഡക്ഷൻ എന്ന് പറയാം. ഇത്
മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നന്നായി ഈ ഒരു 3 രീതിയിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക് ആണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ എന്താണ് റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ് ഈസ് വൺ വിച്ച് റെഡ്യൂസസ് the other substance by providing electrons or providing hydrogen or by removing oxygen. അതായത് ഏത് സബ്സ്റ്റൻസ് ആണോ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രജനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജനെ റിമൂവ് ചെയ്യുന്നത്, ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് ഗെയിൻസ് ഇലക്ട്രോൺസ്, ഇവിടെ 2 ഇലക്ട്രോൺ ആരാണോ കൊടുക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? റെഡ്യൂസിങ് ഏജന്റ്. ഈ ഒരു ഇക്വേഷൻസിൽ മുഴുവൻ, ഈ റിയാക്ഷൻസിൽ മുഴുവൻ, അതായത് ഇതൊക്കെ ഗെയിൻസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന പ്രോസസ്സാണ്. അവിടെയൊക്കെ കൊടുക്കാൻ, ഇലക്ട്രോണിനെ കൊടുക്കാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. ഓക്കെ, അപ്പൊ എപ്പോഴും മെറ്റൽസ് ആണ് അവിടെ ഇലക്ട്രോൺസിനെ കൊടുക്കുക മോസ്റ്റ് ഓഫ് ദ കേസസ്. അപ്പൊ ആ ഒരു മെറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇനി ഇവിടെ ഓൾറെഡി കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ കോപ്പർ ഓക്സൈഡ് എന്തായി മാറി? റെഡ്യൂസ് ചെയ്തു. എന്തായിട്ട് റെഡ്യൂസ് ചെയ്തു? കോപ്പർ ഓക്സൈഡ് റെഡ്യൂസസ് ടു കോപ്പർ. അപ്പൊ ഈ ഓക്സിജനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ആരാ അവിടെ കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഈ ഒരു ഓക്സിജനെ റിമൂവ് ചെയ്തത്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഹൈഡ്രജൻ ആണ് ഏത് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ്. അതേപോലെ തന്നെ സിങ്ക് ഓക്സൈഡിൽ നിന്ന് ഈ ഓക്സിജനെ റിമൂവ് ചെയ്തത് ആരാ? ഈ കാർബൺ ആണ്. അപ്പൊ കാർബൺ ആണ് ഏത് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ്. ഇനി അടുത്ത ഇക്വേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ക്ലോറിൻ എന്ത് ചെയ്തു? റെഡ്യൂസസ് ടു ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പൊ ഈ ക്ലോറിന് ഹൈഡ്രജൻ ക്ലോറൈഡ് ആവണമെങ്കിൽ ആര് കൊടുക്കണം? നമ്മൾ ഹൈഡ്രജനെ കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ആര് ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്തത്? ഈ ഒരു ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഈ ഹൈഡ്രജനെ ഈ ഒരു ക്ലോറിന് കൊടുത്തത്. അപ്പോൾ ഈ ഹൈഡ്രജൻ സൾഫൈഡിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് ആക്ടിങ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. അതേപോലെ തന്നെ ഈ ഒരു ക്ലോറിൻ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവിടെ നൈട്രജനും ഒപ്പം തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡും ഇവോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്ലോറിൻ റെഡ്യൂസസ് ടു ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പൊ ഇവിടെ ആരാണ് ഈ ക്ലോറിന് ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്തത്? അമോണിയ. അപ്പൊ അമോണിയം എന്ത് തന്നെയാണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ എന്താണ് റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ് ഈസ് വൺ വിച്ച് reduces the other substance by providing electrons, providing hydrogen and also removing oxygen. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസിൽ ആരൊക്കെയാണ് റെഡ്യൂസിങ് ഏജന്റ്? ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് ഓൾസോ അമോണിയ. ഇവരെല്ലാം ഇതിനകത്ത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിഡോക്സ് റിയാക്ഷൻ. എന്താണ് ഒരു റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആർ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ റിയാക്ഷൻ. ആ ഒരു റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനെ നമുക്ക് എന്ത് റിയാക്ഷൻ എന്ന് പറയാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ സോഡിയവും ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തു. ആക്ച്വലി സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. സോഡിയം Na+ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്, ക്ലോറിൻ Cl- ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ സോഡിയം ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അപ്പൊ സോഡിയത്തിന് എന്ത് സംഭവിച്ചു? സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇലക്ട്രോണിനെ കൊടുക്കുന്ന പ്രോസസ്സാണ് എന്ത്? ഓക്സിഡേഷൻ. അങ്ങനെ ഇലക്ട്രോണിനെ കൊടുക്കാൻ നിൽക്കുന്നത് ആരാണോ അവരെ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജന്റ്. ഇനി ക്ലോറിന് എന്ത് സംഭവിച്ചു? ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് ക്ലോറൈഡ് അയണായി മാറി. അപ്പൊ അത് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു ക്ലോറിൻ. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നവരൊക്കെ ഏത് ഏജന്റ് ആയിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് അടുത്ത ഇക്വേഷനും. അയൺ ഓക്സൈഡ് അലുമിനിയം ആയിട്ടുള്ള റിയാക്ഷൻ ആണ് അടുത്തത്. ഈ അയൺ ഓക്സൈഡിന് എന്ത് സംഭവിച്ചു? അത് റെഡ്യൂസ് ചെയ്തിട്ട് അയണായി മാറി. അപ്പോൾ റിഡക്ഷൻ സംഭവിച്ചത് ഈ അയൺ ഓക്സൈഡിനാണ്. ഇനി അലുമിനിയത്തിന് എന്ത് സംഭവിച്ചു? അത് അലുമിനിയം ഓക്സൈഡായി മാറി. അതായത് അലുമിനിയം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തു. അലുമിനിയം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഓക്സിജനായിട്ടുള്ള കോമ്പിനേഷനെ വിളിക്കുന്ന പേര്, അതായത് അഡീഷൻ ഓഫ് ഓക്സിജനെ വിളിക്കുന്ന പേര് ഓക്സിഡേഷൻ. അപ്പൊ അലുമിനിയത്തിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിഡേഷൻ നടക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ആ സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ഏജന്റ് ആയിരിക്കും? റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ അയൺ ഓക്സൈഡ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. റെഡ്യൂസ് ചെയ്യുന്നവരൊക്കെ ഏത് ഏജന്റ് ആയിരിക്കും? ഓക്സിഡൈസിങ്
ഏജന്റ് ആയിരിക്കും. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ തരുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അത് എഴുതാം. അപ്പൊ ഇതിനകത്ത് ഓക്സിഡേഷൻ നടക്കുന്നത് അലുമിനിയത്തിനാണ്. റിഡക്ഷൻ നടന്നത് ആർക്കാണ്? അയൺ ഓക്സൈഡിനാണ്. ഇനി ആരാണ് റെഡ്യൂസിങ് ഏജന്റ്? അലുമിനിയം ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഒപ്പം തന്നെ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്? അയൺ ഓക്സൈഡ് ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും ഈ ഒരു സെയിം റിയാക്ഷനിൽ തന്നെ നടക്കുന്ന ഈ ഒരു റിയാക്ഷൻ എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? റിഡോക്സ് റിയാക്ഷൻ ആണ്.